ഫ്രെഡ് അവൻ്റെ വോക്സ്വാഗൻ കാറിൻ്റെ വീലുകൾ മെല്ലെ തിരിച്ചു. ശേഷം ആ ചൈനീസ് ശ്മശാനത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിലേക്ക് വണ്ടി കയറ്റി. 60 വർഷങ്ങളായി പ്രേതശല്യമുണ്ടെന്ന് ലോക്കൽസ് അവകാശപ്പെടുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണത്. ലിസ് മുന്നിലത്തെ സീറ്റിലിരുന്ന് ചിരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ അവിടുത്തെ കാഴ്ചകൾ പകർത്താനായി ഒരു ചെറിയ ക്യാമറയുമുണ്ട്. ടെക്സസ് കുറ്റിക്കാടുകളും വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന വലിയ മരങ്ങളും നോക്കി നിൽക്കുന്ന സിമിത്തേരിയിലേക്കുള്ള എൻട്രൻസ്. അവിടെ പേരിന് പറയാൻ ഒരു ഗേറ്റുണ്ട്. കാരണം ആ ഗേറ്റ് മുഴുവൻ തുരുമ്പ് പിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്ത് തൻ്റെ കാറിൻ്റെ ഡോർ തുറന്ന് ഫ്രെഡ് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് നടുനിവർത്തി. ആ ഉയരക്കാരനായ ലാറ്റിനോക്കാരൻ ദൈവത്തിലും ഭൂതത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് വന്നത് സയൻസിന് വേണ്ടിയാണ്. വേറെ 2 കാറുകൾ ഒരു വലിയ വില്യോ മരത്തിൻ്റെ ചൂട്ടിലായി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. അതിലൊന്ന് ഫ്രെഡിൻ്റെ നല്ലൊരു സുഹൃത്തും നിരീശ്വരവാദിയുമായ ആൻഡ്രൂ ജാക്സൻ്റേതാണ്. ഫ്രെഡ് ചുറ്റും നോക്കി. ആ ശ്മശാന ഭൂമിയിലെങ്ങും അവൻ്റെ സുഹൃത്തുക്കളെ അവന് കാണാൻ സാധിച്ചില്ല. പക്ഷെ ഫ്രെഡ് മറ്റൊന്ന് കണ്ടു. ഗേറ്റിന് ചുറ്റുമിട്ടിരിക്കുന്ന ചങ്ങല ആരോ പൊട്ടിച്ച് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഫ്രെഡ് ഒരു ദീർഘനിശ്വാസം എടുത്തു. അവനറിയാമായിരുന്നു അത് ഉറപ്പായിട്ടും ആൻഡ്രൂവിൻ്റെ പണിയായിരിക്കുമെന്ന്. ലിസ്, നിന്റെ ക്യാമറയിലിടാൻ ബാക്കി ബാറ്ററി എടുക്കാൻ മറക്കല്ലേ? ഫ്രെഡ് അവിടെ ഓർമ്മിപ്പിച്ചു. അവൾ അതിന് നന്ദി സൂചകമായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അവൻ്റെ കാറിൻ്റെ പിൻവശത്തേക്ക് പോയി ട്രങ്ക് തുറന്നു. ലിസിനോട് അവളുടെ ബാഗുകൾ എടുക്കാൻ പറഞ്ഞ ശേഷം അവൾ സ്നാക്സും ഡ്രിങ്കും നിറച്ച ഒരു ബാക്ക് പാക്ക് വലിച്ചെടുത്തു. നീ ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളോ? ലിസ് ആശങ്കയോട് ചോദിച്ചു. ഫ്രെഡ് ഒന്ന് ചിരിച്ച ശേഷം അവളുടെ ഒരു ബാഗ് നീക്കി വെച്ച് അതിനുള്ളിലെ ഐസ് ചെസ്റ്റും പച്ച ബ്രൗൺ നിറത്തിലുള്ള ബിയർ ബോട്ടിലും കാണിച്ചു കൊടുത്തു. ലിസ് ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിട്ടു. ശേഷം ഫ്രെഡിൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു, ഓഹ് താങ്ക്സ് ഡാ. എനിക്ക് തോന്നുന്നില്ല ഒരു രാത്രി മുഴുവൻ ഈ ശ്മശാനത്തിൽ എന്നെക്കൊണ്ട് സ്വബോധത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന്. എനിക്കിപ്പോൾ തന്നെ പേടിയാവുന്നു. ഒന്നുമില്ല ലിസ്, കുറച്ച് ചത്തുപോയവർ മാത്രം. അവർ ആരും നിന്നെ കടിക്കാനൊന്നും പോകുന്നില്ല. ഈ ഭൂമിക്ക് വളവാകുക എന്നല്ലാതെ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതും പറഞ്ഞ് ഫ്രെഡ് തൻ്റെ ബാക്ക് പാക്ക് എടുത്ത് തോളിലിട്ട ശേഷം ഐസ് ചെസ്റ്റ് കയ്യിലും പിടിച്ചു. നീ എനിക്കൊരു ഉപകാരം ചെയ്യേ, ഈ ട്രങ്ക് ഒന്ന് അടച്ചേ. പിന്നെന്താ, അടയ്ക്കാലോ. ലിസ് കാറിൻ്റെ ട്രങ്ക് മെല്ലെ അടച്ച് ലോക്കാക്കി എന്ന് ഉറപ്പുവരുത്തി. വാ, നമുക്ക് ബാക്കിയുള്ളവരെ പോയി കണ്ടുപിടിക്കാം. ഫ്രെഡ് ഐസ് ചെസ്റ്റ് തൻ്റെ മുട്ടുകാലിൽ താങ്ങി പൊക്കിക്കൊണ്ട് പറഞ്ഞു. കോപ്പ്, ഈ സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നീളമുള്ള പുല്ലുകൾക്കിടയിൽ നിന്ന് ലിസ് ആ ക്ലാവ് പിടിച്ച് ഗേറ്റ് തള്ളി തുറന്നു. വല്ലാത്തൊരു ഒച്ചയോടെ ആ ഗേറ്റ് കടക്കാൻ ഭാഗത്തിന് തുറന്നു വന്നു. അപ്പോൾ ഫ്രെഡ് ഒന്ന് ചിരിച്ചു. അവൻ്റെ ചിരി കേട്ട് ലിസ് തിരിഞ്ഞ് അവനെ നോക്കി. അവൻ്റെ നോട്ടം പിന്തുടർന്ന് അവൾ കണ്ടത് ഒരു മരത്തിൽ ആണിയടിച്ചു വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. അതിൽ ചുവന്ന കട്ടിയുള്ള അക്ഷരം കൊണ്ട് എഴുതിയിരിക്കുന്നത് മന്ത്രവാദം പാടില്ല, അകത്തേക്ക് പ്രവേശിക്കരുത് എന്നായിരുന്നു. ആ ബോർഡാകെ പഴയതായിരുന്നു. പക്ഷേ അതിലെ സന്ദേശം അത്രയും കാലത്തെ കാറ്റിനെയും മഴയുമെല്ലാം അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്നു. അവർക്ക് ഇതൊന്നും ഇഷ്ടമായിരിക്കില്ല. ഫ്രെഡ് ബോർഡ് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആർക്ക് എന്തിഷ്ടമല്ലെന്ന് ലിസ് ചോദിച്ചു. ഫ്രെഡ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇവിടെയുള്ളവർക്ക്. നമ്മളെപ്പോലെ അവർക്കിവിടെ അതിക്രമിച്ച് കയറി ഇവിടെയുള്ള ആത്മാക്കളെ പ്രകോപിപ്പിക്കുന്നത് അവർക്കിഷ്ടമായിരിക്കില്ല. ഇവിടേക്ക് വന്നത് ഒരു നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഫ്രെഡ്? ബോർഡ് വായിച്ച ലിസ് ആശങ്കയോടെ ചോദിച്ചു. ഇത് ചുമ്മാ ഇവിടുത്തെ ആൾക്കാർ ടൂറിസ്റ്റുകൾ കയറി തല അലമ്പാക്കാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്ന ബോർഡാടി. ഫ്രെഡ് അവളെ ഐസ് ചെസ്റ്റ് കൊണ്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു. അങ്ങോട്ട് നടക്കുവാണേ, എനിക്ക് ഈ സാധനം പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ഇതിന് നല്ല ഭാരമുണ്ട്. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയ ലീസ് വിചാരിച്ചതുപോലെ ആയിരുന്നില്ല ആ ശ്മശാനത്തിൻ്റെ കിടപ്പ്. കുരിശുകളോ മാലാഖമാരുടെ ശില്പങ്ങളോ കെട്ടിയുയർത്തിയ കല്ലറകളോ അവിടെ ഇല്ലായിരുന്നു. കുറേ പഴയ ശവകുടീരങ്ങൾ ചിതറിക്കിടക്കുന്നു. അതിൻ്റെ നടുവിലൂടെ ശ്മശാനത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയും. അവിടെ ആകെ കുറ്റിച്ചെടികളും നിറയെ വില്ലോ മരങ്ങളും കൊണ്ട് കാട് പിടിച്ച് കിടക്കുന്നു. വില്ലോ മരങ്ങളുടെ താന്നു കിടക്കുന്ന ശിഖരങ്ങളിൽ ചെറിയ ആഭരണങ്ങളും മുത്തുകളും അതുപോലെ തന്നെ കളർ പേപ്പറുകളിൽ ഏഷ്യൻ ചിഹ്നങ്ങളും വരച്ചു തൂക്കിയിട്ടിരിക്കുന്നു. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ലിസ് പറഞ്ഞു. ശേഷം അവളുടെ കയ്യിലെ ക്യാമറ എടുത്ത് അവൾ ചുറ്റുമുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഈ അടുത്തിടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയാണ്. ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ മറുപടി വന്നു. ഇത് കേട്ട ലിസ് ഭയത്തോടെ ഞെട്ടിത്തരിച്ചുപോയി. അവൾ വേഗം തന്നെ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൾ കുറ്റിച്ചെടികൾക്കിടയിൽ നിൽക്കുന്ന 8 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ഏഷ്യൻ പയ്യനെ കണ്ടു. നിങ്ങൾ ഇവിടേക്ക് വരാൻ പാടില്ല. മോനെ, നീ ഈ സ്ഥലത്ത് വരാൻ പാടില്ല കേട്ടാ.
ചെസ്റ്റ് താഴേക്ക് വെച്ചുകൊണ്ട് ഫ്രെഡ് മറുപടി പറഞ്ഞു. ശേഷം അവൻ്റെ പേഴ്സിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് പയ്യന് നേരെ നീട്ടി. അടേ, നിനക്ക് ഞാൻ എത്ര രൂപ തന്നാ ഇപ്പം നീ ഇവിടുന്ന് ഞങ്ങളെ ശല്യം ചെയ്യാതെ പോകും? അവൻ അല്പനേരം ഒന്ന് ചിന്തിച്ചു നിന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങരുതെന്ന്. അതും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് ഒരു വാക്ക് പോലും മിണ്ടാതെ ഓടിപ്പോയി. ഏതാടാ ഇവൻ? പേഴ്സ് തിരികെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഫ്രെഡ് പറഞ്ഞു. അവൻ പോയി നമ്മളെക്കുറിച്ച് മറ്റാരോടും പറയാതിരുന്നാൽ മതിയായിരുന്നു. ഒരു കൊച്ചു പയ്യനെ ആര് വിശ്വസിക്കാനാ? ലിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ തവണ അവളുടെ ചിരി പൂർണ്ണമായിരുന്നില്ല. ആ പയ്യനെ കണ്ടിട്ട് എന്തോ പന്തികേട് മണത്തു. ലിസ് വേഗം അവളുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് പ്ലേ ചെയ്ത് നോക്കാൻ തുടങ്ങി. അവൾ ആ പയ്യൻ്റെ ഫൂട്ടേജ് എടുത്ത് അപ്പോഴാണ് അവൾ കാണുന്നത്. അവൻ്റെ മുഖം ഇപ്പോൾ വികൃതമായിരിക്കുന്നു. ഇപ്പോഴും രൂപത്തിൽ ഒരു കൊച്ചു പയ്യൻ തന്നെ. പക്ഷെ അവൻ്റെ ശരീരഭാഷ ആകെ മാറിയിരിക്കുന്നു. അവൻ്റെ താടിയല്ല് നെഞ്ചിലേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെ, കണ്ണുകൾ കൽക്കരി പോലെ കറുപ്പ് നിറത്തിൽ. ആകെ മൊത്തത്തിൽ അവൻ്റെ മുഖം വിരൂപമായിട്ടിരിക്കുന്നു. ഇതെന്ത് ഇങ്ങനെ? ചിലപ്പോൾ ക്യാമറയുടെ ലെൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, ഫ്രെഡ് പറഞ്ഞു. ശേഷം ലിസിനെ ഒന്ന് ഓക്കെ ആക്കാനായി ഫ്രെഡ് തുടർന്നു. എൻ്റെ പൊന്നു ലിസ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെയെങ്ങും നീ കരുതുന്ന പോലെ ഒരു തേങ്ങയില്ല. അത് നീ എത്രത്തോളം നേരത്തെ മനസ്സിലാകുന്നോ അത്രത്തോളം നല്ലത്. പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഫ്രെഡിൻ്റെ പിന്നിലായി നടന്നുകൊണ്ട് ലിസ് ചോദിച്ചു. നീ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ എവിടേക്ക് വന്നത്? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഫ്രെഡ് ഒന്ന് നെടുവേർപ്പെട്ടു. നോക്ക്, ഇവിടുത്തെ കഥ ഇതാണ്. പരസ്പരം സ്നേഹിച്ചിരുന്ന രണ്ടുപേർ സ്ഥിരം ഈ ശ്മശാനത്തിലായിരുന്നു കണ്ടുമുട്ടുന്നതും അവരുടെ പ്രണയ നിമിഷങ്ങൾ പങ്കിട്ടിരുന്നത്. രണ്ടുപേരുടെയും വീട്ടുകാർ ഈ ബന്ധത്തിന് എതിരായിരുന്നു. പക്ഷേ അവർ അതൊന്നും വകവയ്ക്കാതെ ഇവിടെ വരുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം പതിവ് പോലെ ആ കാമുകൻ അവൻ്റെ പെണ്ണിനെ കാണാനായിട്ട് ഇവിടെ വന്നു. പക്ഷെ അവിടെ കാത്തു നിന്നത് അവളുടെ അച്ഛനും വില്ലോ മരങ്ങളുടെ ശിഖരങ്ങളിൽ കാലുകൾക്കിടയിൽ നിന്നും രക്തം വാർന്ന് തൂങ്ങി നിൽക്കുന്ന അവളുടെ ശവശരീരവുമായിരുന്നു. അവൾ ആ സമയം ഗർഭിണിയായിരുന്നു. അതവളുടെ അച്ഛന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കേട്ട് ലിസ് സംവരുന്നു. ഫ്രെഡ് വീണ്ടും തുടർന്നു. അവളുടെ അച്ഛൻ തൻ്റെ മകളുടെ രക്തം പുരണ്ട അതേ കയർ കൊണ്ട് അവനെയും കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അവൻ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട് ഈ വിവരം പോലീസിനെ അറിയിച്ചു. എന്നിട്ട് അവളുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തോ? ലിസ് ചോദിച്ചു. ഫ്രെഡ് തലയാട്ടി. അയാളെ പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു. കോടതി അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പേ തൻ്റെ മകളുടെ കല്ലറയിൽ ചെന്ന് ക്ഷമ ചോദിക്കാൻ ഉള്ള അനുവാദം കോടതി കൊടുത്തു. അങ്ങനെ അയാളെ കയ്യിലും കാലിലും വിലങ്ങണിയിച്ച് തൻ്റെ മകളുടെ കല്ലറയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ഒന്ന് പുകവലിക്കാനായി അല്പം മാറി നിന്നു. പിന്നീട് അയാൾ കേൾക്കുന്നത് ഉച്ചത്തിലുള്ള ഒരു അലർച്ചയായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? എന്നിട്ട് അലർച്ച കേട്ട് വന്ന് നോക്കിയ പോലീസുകാരൻ കാണുന്നത് അയാൾ മരിച്ചു കിടക്കുന്നതാണ്. കയറിട്ട് മുറുകി കഴുത്ത് ചതഞ്ഞ അവസ്ഥയിലായിരുന്നു അയാളുടെ മൃതദേഹം. ഫ്രെഡ് പറഞ്ഞു നിർത്തി. ശേഷം അവൻ്റെ തലയൊന്ന് കുലുക്കി. എൻ്റെ ഏറ്റവും മുതിർന്ന അങ്കിൾ അവസരം കിട്ടുമ്പോഴെല്ലാം എന്നോട് ഈ കഥ പറയാറുണ്ട്. എന്തിന്? ക്യാമറ ഫ്രെഡിൻ്റെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ലിസ് ചോദിച്ചു. കാരണം അവൾ സ്നേഹിച്ചത് എൻ്റെ അങ്കിളിനെ ആയിരുന്നു. തൻ്റെ തോളിൽ കിടക്കുന്ന ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്രെഡ് പറഞ്ഞു. വാ, നമുക്ക് വേഗം ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം. ഭാഗ്യവശാൽ അവർക്ക് അധികം ദൂരം തിരഞ്ഞ് പോകേണ്ടി വന്നില്ല. ഫ്രെഡ് ആൻഡ്രൂവിനെയും അവൻ്റെ ഗേൾഫ്രണ്ട് ക്ലെയറിനെയും കണ്ടുപിടിച്ചു. ഇരുവരും ഒരു പാറപ്പുറത്ത് സിഗരറ്റും വലിച്ച് എന്തോ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ആൻഡ്രൂ നല്ല ഉയരമുള്ള സ്വർണ്ണ മുടിയുള്ള കരുത്തുറ്റ ശരീരമുള്ള ഒരുവനായിരുന്നു. അവൻ്റെ കയ്യിൽ പോരാളി എന്ന അർത്ഥം വരുന്ന ചൈനീസ് ടാറ്റുവും ഉണ്ടായിരുന്നു. അതേസമയം ക്ലെയർ മെലിഞ്ഞുണങ്ങിയ ഒരു പെണ്ണായിരുന്നു. അവളുടെ മുടി പിന്നിലേക്ക് ലൂസായി കെട്ടിവെച്ചിരിക്കുന്നു. അവൾ ധരിച്ചിരിക്കുന്നത് ഒരു വെളുത്ത സ്ലീവ്ലെസ് ടീഷർട്ട്, അതിൻ്റെ മുകളിൽ അവളെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാനായി ആൻഡ്രൂവിൻ്റെ ജാക്കറ്റും. ഡേയ്, ഫ്രെഡിനെ കണ്ട ഉടനെ ആൻഡ്രൂ ഉറക്കെ വിളിച്ചു. നീ ഇതൊക്കെ എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 2 മണിക്കൂറോളമായി. നിങ്ങൾ അസാധാരണമായ എന്തെങ്കിലും കാഴ്ച കണ്ടോ? ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ക്ലെയറിൻ്റെ മുഖത്തേക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് ലിസ് ചോദിച്ചു. കുറേ പേരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വലിയ കല്ലറ കണ്ടു. വായിലുണ്ടായിരുന്ന സിഗരറ്റിൻ്റെ പുക മുഴുവൻ പുറത്തേക്ക് ഊതിക്കൊണ്ട് ക്ലെയർ പറഞ്ഞു. ഈ സ്ഥലം മുഴുവനും കുറ്റിച്ചെടികളും വലിയ പുല്ലുകളും കൊണ്ട് കാട് പിടിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ശവകുടീരങ്ങളൊക്കെ കണ്ടുപിടിച്ചു നോക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ ശ്രമിക്കാതിരുന്നില്ല കേട്ടോ, ആൻഡ്രൂ ഇടയ്ക്ക് കയറി പറഞ്ഞു. ജെസിയും ജെയിംസും നിന്റെ അങ്കിൾ പണ്ട് പ്രണയിച്ച ആ സ്ത്രീയെ അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ആ സ്ത്രീയുടെ പേര് അറിയില്ല. നീ അവരോട് പറഞ്ഞില്ലായിരുന്നോ? അത് ശരി, ഞാൻ അവരോട് ലിച്ചി എന്ന പേരുള്ള സ്ത്രീയെ തിരയാൻ പറഞ്ഞതാണല്ലോ.
അതും പറഞ്ഞ് ഫ്രെഡ് അല്പം മുന്നിലേക്ക് നടന്ന് കയ്യിലിരുന്ന ഐസ് ചെസ്റ്റ് താഴെ വെച്ചു. രാവിലെ വരെ പിടിച്ചു നിൽക്കാനുള്ള സ്റ്റോക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ 3 ടെൻറ്റും 6 ബെഡ്റൂമും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ്രൂ ആ പാറക്കല്ലിന് പുറത്തിരിക്കുന്ന സാധനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജെസ്സി, നമുക്കിന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ആസ്വദിച്ച് വലിക്കാനുള്ള വീട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ജെയിംസിന് തീ കത്തിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളും. നമ്മളെ ആരും പിടിക്കില്ലെന്ന് ഉറപ്പല്ലേ? നേരത്തെ നടന്ന സംഭവത്തിൽ ഭയന്ന് ലിസ് ചോദിച്ചു. ആൻഡ്രൂ അവളുടെ ആശങ്ക തള്ളിക്കളഞ്ഞു. ഇവിടെയൊക്കെ ആരെങ്കിലും വന്നിട്ട് കാലങ്ങളായിട്ടുണ്ടാവും. കാരണം ശ്മശാനത്തിൽ ഇനി മരിച്ചവരെ അടക്കം ചെയ്യാനുള്ള സ്ഥലമില്ല. അതുമാത്രമല്ല, ഞാൻ കയറി വന്നപ്പോൾ പൊട്ടിയ പൂട്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവിടേക്കൊന്നും ആരും വരാൻ പോണില്ല. ഫ്രെഡും ലിസിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇരുവരും അവർ കണ്ട കുട്ടിയുടെ കാര്യം ഇവരോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് അവരുടെ പുറകിലെ കുറ്റിച്ചെടിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. കേട്ടപാടെ അവരെല്ലാം ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ലെസിയും ജെയിംസുമായിരുന്നു അത്. അവർ ഇരട്ട സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ ഫ്രെഡിൻ്റെ അകന്ന ബന്ധത്തിലുള്ള കസിൻസാണ്. രണ്ടുപേരുമുള്ള വള്ളിക്കെട്ട് കേസെല്ലാം ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് വരുത്തുന്ന ടൈപ്പ് ടീംസാണ്. ഇവരുടെ ഈ സ്വഭാവം കൂടാതെ തന്നെ രണ്ടുപേരും കഞ്ചാവടിച്ച് കിളിപോയി നടക്കുന്നവരുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഫ്രെഡ് ഇങ്ങനൊരു പ്ലാൻ ഇട്ടപ്പോൾ അവൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ആൾക്കാരായിരുന്നു ഇവർ. ലിസ തൻ്റെ ക്യാമറയിൽ എടുക്കുന്ന ഫൂട്ടേജും കൂടെ കുടുംബത്തിൽ നിന്നുള്ള 2 പേരും ഒപ്പമുള്ളപ്പോൾ ഫ്രെഡിന് അവൻ്റെ മുതിർന്ന അങ്കിൾ പറയുന്ന ഈ ശ്മശാനത്തെക്കുറിച്ചുള്ള തള്ളുകഥകളൊക്കെ പൊളിച്ചടുക്കി കൊടുക്കാമെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. ഫ്രെഡ് തൻ്റെ ഒരു പ്ലാൻ ലിസയോട് പറഞ്ഞപ്പോൾ അടുത്തുണ്ടായിരുന്ന ആൻഡ്രൂവും ക്ലെയറും ഇത് കേട്ട് ആവേശഭരിതരായി. അങ്ങനെ അവർ 2 പേരും സ്വയം ഈ പ്ലാനിലേക്ക് ജോയിൻ ചെയ്തു. അവർ പറഞ്ഞത് ഹാലോവിൻ ആഘോഷിക്കാൻ ഇതിലും പറ്റിയ ഒരു സ്ഥലവും സന്ദർഭവും ഇല്ല എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ അത് കണ്ടെത്തിയെന്ന് കിതച്ചുകൊണ്ട് ജെസ്സി പറഞ്ഞു. ഈ 2 ഇരട്ട സഹോദരങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ ഒരേ വഴിയേ ഉള്ളൂ. ജെസ്സി മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. ജെയിംസിൻ്റെ മുടി ഷോർട്ട് ആയിട്ടുള്ളതാണ്. ശരിക്കും നിങ്ങളതെങ്ങനെ കണ്ടുപിടിച്ചു? ഫ്രെഡ് ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ അങ്കിൾ ബൂൺ പറഞ്ഞ തീയതിയുമായി സാമ്യമുള്ള ഒരു തീയതി കൊത്തിവെച്ചിരിക്കുന്ന ഒരു കല്ല് കണ്ടു. തൻ്റെ സഹോദരത്തോടെ ചാരി നിന്നുകൊണ്ട് ജെസ്സി പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു ജോയിൻറ്റും ഇരിപ്പുണ്ട്. 1 മണിക്കൂറോളം എടുത്തു ഞങ്ങൾക്കത് കണ്ടെത്താൻ. പക്ഷേ അവസാനം ഞങ്ങൾ അത് കണ്ടെത്തി. എങ്കിൽ വാ, നമുക്കത് പോയി നോക്കാം. ക്ലെയറിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആൻഡ്രൂ പറഞ്ഞു. ഫ്രെഡ് തൻ്റെ ബാക്ക് പാക്ക് താഴെ വെച്ചതിന് ശേഷം ലിസയോട് പിന്നാലെ വരാനായി ആംഗ്യം കാണിച്ചു. അവർ അവിടെ ചുരുളഴിക്കാൻ പോകുന്ന സംഭവങ്ങൾ ക്യാമറയിൽ പകർത്തേണ്ടതാണ് അവളുടെ ജോലി. ആ കുറ്റിക്കാടുകൾക്കിടയിലൂടെ മുള്ളുകൾക്കിടയിലൂടെ അവർ നടന്നു. ശേഷം അവർ പെട്ടെന്ന് തന്നെ ശവകുടീരത്തിൻ്റെ ഇടയിലുള്ള കാട് പിടിച്ച് കിടക്കുന്ന ആ വില്ലോ മരങ്ങൾ നിറഞ്ഞ പറമ്പിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വഴിയിലേക്ക് കയറി. ആൻഡ്രൂവും ജെയിംസും ജെസ്സിയും പരസ്പരം സിഗരറ്റ് കൈമാറി. ഫ്രെഡും ക്ലെയറും അവർക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു. ലിസ് പിന്നീട് വലിച്ചോളാം എന്നും പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ നീയൊക്കെ അതിനു മുമ്പിൽ കയറിയത് സാധനം വലിക്കുന്നത്? ലിസിയെ ചൂണ്ടിക്കൊണ്ട് ഫ്രെഡ് പറഞ്ഞു. ജെയിംസിന് അത് കേട്ട് ചിരി വന്നു. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ നേരെ അങ്കിൾ ബൂണിനെ അല്ലേ കാണിക്കാൻ പോകുന്നത്? എനിക്ക് ഈ സ്റ്റഫൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണെന്നാണ് നിൻ്റെയൊക്കെ വിചാരം? ജെയിംസ് ഒന്ന് ചിരിച്ചു. ഇതൊക്കെ കേട്ട് ബാക്കിയുള്ളവർ ചിരിച്ചു. എൻ്റെ പൊന്നളിയ, അങ്ങർക്ക് പ്രാന്താണ്. അങ്ങേര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതുപോലെയുള്ളതാണ്. ഒന്ന് പോടാ. അങ്ങേര് ഈ പുരാവസ്തുക്കളും റെയറായിട്ടുള്ള സാധനങ്ങളുമൊക്കെ വിൽക്കുന്ന ഒരു കട നടത്തി ജീവിക്കുന്ന മനുഷ്യനാണ്, ഫ്രെഡ് പറഞ്ഞു. അതെ, അയാൾ ഇതുപോലെയുള്ള പ്രേതബാധയുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇതുപോലുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നത്. ആരടാ ഇതുപോലുള്ള വട്ടുപടികളൊക്കെ ചെയ്തത്? ഒരു പ്രേതത്തെ പ്രണയിച്ച മനുഷ്യൻ. ജെസ്സി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ആ ശ്മശാനത്തെ ചുറ്റിയുള്ള കല്ലുമതിന് സമീപം നിൽക്കുന്ന ഒരു വില്ലോ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്നു. ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു. ഫ്രെഡ് ചുറ്റും നോക്കി ഒന്ന് വിസിലടിച്ചു. 7 കറുപ്പ് നിറത്തിലുള്ള ശിലാഫലകങ്ങൾ വൃത്താകൃതിയിൽ അവിടെ ഭൂമിയിൽ നിന്നും ഉയർന്നു നിന്നിരുന്നു. അവിടെ മിനുസമായ പ്രതലത്തിൽ ചൈനീസ് അക്ഷരങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഓരോ ഫലകത്തിലും കട്ടിയുള്ള കയറിൽ ലെസും ഫ്രെഡും ശ്മശാനത്തിൽ കയറിയപ്പോൾ കണ്ടതുപോലെ ആഭരണങ്ങളും അലങ്കാരങ്ങളും കോർത്ത് ചുറ്റിവരിഞ്ഞു വെച്ചിരിക്കുന്നു. നീളമുള്ള വെളുത്ത് കടലാസ് കഷ്ണങ്ങൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു. അവയിലെ ചൈനീസ് അക്ഷരങ്ങൾ അടുത്താരോ എഴുതിയതുപോലെയായിരുന്നു. ഇവിടേക്ക് വന്ന് ഇതൊന്ന് നോക്കിയേ, ജെസ്സി വില്ലോ മരത്തിൻ്റെ ചൂട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഫ്രെഡ് തിരിഞ്ഞ് കുറ്റിക്കാടുകൾക്കിടയിലൂടെ നടന്ന് എത്തിയത് തരിശായി കിടക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. ആ മരത്തിൻ്റെ വലിയ ശിഖരത്തിന് താഴെ പുല്ലോ കുറ്റിച്ചെടികളോ ഇല്ലാതെ തെളിഞ്ഞു കിടക്കുന്ന വലിയൊരു ഭാഗം. ആ ഭാഗത്തിന് മുകളിലുള്ള ശിഖരത്തിൽ നിന്നും നിലത്തു നിന്ന് ഒരു 15 അടി ഉയരത്തിൽ ജീർണിച്ച അവസ്ഥയിൽ ഒരു കയർ തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇതാണല്ലേ ലെസി അവളുടെ അച്ഛൻ കൊന്ന് കെട്ടിത്തൂക്കിയത്?
ആൻഡ്രൂ തൻ്റെ സിഗരറ്റിൻ്റെ അറ്റത്തെ ചാരം തട്ടിക്കളഞ്ഞ് വായിൽ ബാക്കിയുണ്ടായിരുന്ന പുക പുറത്തേക്ക് ഊതിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഉറപ്പാ ഈ തൂങ്ങിക്കിടക്കുന്ന കയർ ഉപയോഗിച്ചായിരിക്കാം അയാൾ അവളെ തൂക്കിക്കൊന്നത്. ക്ലെയർ ആൻഡ്രൂവിനെ ഒന്ന് തള്ളിയ ശേഷം അവനെ നോക്കി ദേഷ്യത്തിൽ ഒന്ന് കണ്ണുരുട്ടി. ഒന്നും മിണ്ടാതിരിക്കെ, പാവ പെണ്ണിനെ അവളുടെ സ്വന്തം അച്ഛനാണ് കൊന്നുകളഞ്ഞത്, അതും ഒരാളുമായി പ്രണയത്തിലായി എന്ന കാരണത്താൽ. അതെന്താ ഇവിടെ കുറച്ച് മണ്ണ് മാത്രമായിട്ട് കിടക്കുന്നേ? ജെയിംസ് അവൻ്റെ ബൂട്ട് കൊണ്ട് അല്പം മണ്ണ് മാറ്റിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ആ ഭാഗത്താണ് നിങ്ങൾക്കറിയാലോ അവളുടെ കുഞ്ഞിനെ നഷ്ടമായത്. ഫ്രെഡ് പതിഞ്ഞ സ്വരത്തിൽ തറയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ കോപ്പ്. ജെയിംസ് ആ ഭാഗത്തു നിന്ന് പിന്നിലേക്ക് ചാടി മാറിക്കൊണ്ട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവളുടെ അച്ഛൻ മരിച്ചത് ഇവിടെ എവിടെയോ അടുത്തു തന്നെയാണെന്നല്ലേ? അങ്കിൾ എപ്പോഴും പറയും അവളെ ഈ മരത്തിന് തൊട്ട് താഴെയായിരുന്നു അടക്കം ചെയ്തതെന്ന്. കൂടാതെ പോലീസുകാർ അവളോട് മാപ്പ് ചോദിക്കാനായി അവളുടെ അച്ഛനെ ഇതേ സ്ഥലത്താണ് മരിക്കുന്നതിന് മുമ്പ് കൊണ്ടുവിട്ടിട്ട് പോയതെന്നും. എനിക്കറിയില്ലടാ, എനിക്ക് തോന്നുന്നു. ഫ്രെഡ് അവൻ്റെ തലയുടെ പുറകുവശത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. ചുറ്റും നോക്കി അവന് എന്തോ അവിടെ ദുഃഖം അനുഭവപ്പെടാൻ തുടങ്ങി. അവനെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന നിഷേധിക്കാനാവാത്ത തോന്നലും. എൻ്റെ പൊന്നളിയ, നീ ഇപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചു തുടങ്ങിയോ? ആൻഡ്രൂ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരടി അടിച്ചുകൊണ്ട് ചോദിച്ചു. ദേ നോക്ക്, ഇവിടെ അങ്ങനൊരു ആൾ മരിച്ചതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റോ പത്രവാർത്തയോ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഇവിടെ നടന്നതിന് യാതൊരു തെളിവുമില്ല. അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതേടാ, നമ്മളത് നിൻ്റെ അങ്കിളിൻ്റെ മുന്നിൽ തെളിയിച്ച് കാണിക്കും. പോക്കറ്റിൽ നിന്നും ഒരു കൊച്ചു മൂർച്ചയുള്ള കത്തി പുറത്തെടുത്തുകൊണ്ട് ജെസ്സി പറഞ്ഞു. നീ എന്ത് ചെയ്യാൻ പോവാ? ജെസ്സിയുടെ മുഖത്ത് ക്യാമറ സൂം ചെയ്തുകൊണ്ട് ലിസ് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. ജെയിംസ് ഒന്ന് ചിരിച്ചു. ശേഷം അവൻ മരത്തിൻ്റെ പിന്നിലേക്ക് നടന്നുപോയി എന്തോ ഒന്ന് കുനിഞ്ഞെടുത്തു. എടുത്ത ശേഷം എന്താണെന്ന് അവൻ ബാക്കിയുള്ളവരെ കാണിച്ചു. അത് എന്തായിരുന്നെന്നാൽ അവൻ അവിടെ നിന്നും മുറിച്ചെടുത്ത ഒരു നീളമുള്ള കയറായിരുന്നു. ആ കയറിൽ കുറേ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതെല്ലാം അവിടെ വീശിയ ഇളങ്കാറ്റിലാടി. ഞങ്ങൾ ഈ മരങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഈ മരത്തിന് ചുറ്റും ഉണ്ടായിരുന്നതാണിത്. ഞാൻ കരുതി ഇത് അങ്കിളിൽ മറിച്ച് വിൽക്കാമെന്ന്. അങ്ങേർക്ക് ഇതുപോലുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമല്ലേ? നീ അത് ഈ മരത്തിൽ നിന്ന് മുറിച്ചെടുത്തതാണോ? ഈ വസ്തുക്കൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിലോ, എന്തെങ്കിലും കാരണത്താലാണ് ഇതിവിടെ കിട്ടിയിരിക്കുന്നതെങ്കിലോ? അവരുടെ ഈ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ട് ലിസ് ചോദിച്ചു. ഫ്രെഡ് അവൻ്റെ കൈ അവളുടെ തോളിൽ വെച്ച ശേഷം അവൻ്റെ മനസ്സിലേക്ക് നേരത്തെ കടന്നു വന്ന ചിന്തകളൊക്കെ അവൻ മറയ്ക്കാൻ ശ്രമിച്ചു. അവർ ചെയ്തത് ചെറിയൊരു നാശനഷ്ടം മാത്രമാണ്. ഈ അലങ്കാര വസ്തുക്കളും കടലാസുമൊക്കെ ഇവിടുത്തെ ചൈനീസ് കുടുംബങ്ങൾ ഏതെങ്കിലും വിശിഷ്ട ദിവസങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയോ മാത്രം വെക്കുന്നതാവാം. എന്നാലും ഇതൊക്കെ ഇവിടെ നിന്ന് കാണാതായാലും അവർ ശ്രദ്ധിക്കില്ലേ? ആ വസ്തുക്കളൊക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചതിൽ കുറ്റബോധം തോന്നി ലിസ് ചോദിച്ചു. നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകുന്നത് വരെ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ജെസ്സി അവൾക്ക് ഉറപ്പ് നൽകിയ ശേഷം ആ കയറും ആഭരണങ്ങളും അല്പം ബുദ്ധിമുട്ടി അവൻ്റെ തോളിലേക്കിട്ടു. ഇതൊക്കെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പേ നമ്മളിത് അങ്കിളിന് വിറ്റ് കാശാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ കഞ്ചാവ്. ജെയിംസ് ഇടയ്ക്ക് കയറി പറഞ്ഞു. ശേഷം അവൻ്റെ സഹോദരനെ ആ സാധനങ്ങൾ എടുക്കാൻ സഹായിച്ചു. എങ്കിലൊരു കാര്യം ചെയ്യേ, ഇതൊക്കെ ഇപ്പം തന്നെ കാറിക്കൊണ്ട് വയ്ക്കേ, അല്ലെങ്കിൽ പുലർച്ചെ ഇതൊരു പണിയാവും. ഫ്രെഡ് അവൻ്റെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് കറക്റ്റാണ്. ആ രണ്ട് സഹോദരങ്ങൾ ആ വലിയ കയറും ആഭരണ വസ്തുക്കളും ചുമന്നുകൊണ്ട് ആ നീളമുള്ള പുല്ലുകൾക്കിടയിലൂടെ നടന്നു. വാ, നമുക്ക് രാത്രിയിലേക്കുള്ള ക്യാമ്പ് സെറ്റ് ചെയ്യാം. എന്തു പറയുന്നു? ഫ്രെഡിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ആൻഡ്രൂ ചോദിച്ചു. പെട്ടെന്ന് അവിടെ ഒരു തണുത്ത കാറ്റ് വീശി. അവനൊന്ന് വിറച്ചു. ആ കാറ്റ് അല്പ നിമിഷത്തേക്ക് അവിടെയുള്ള മരങ്ങളിലെ ഇലകളിലെയും ഉണങ്ങിയ പുല്ലിനെയുമെല്ലാം ഒന്ന് ചലിപ്പിച്ചു. ശേഷം അവയെല്ലാം നിശ്ചലമായി. അതെ, ഇതൊരു നല്ല ഐഡിയ ആണ്. ആകാശത്തേക്ക് നോക്കി ഫ്രെഡ് പറഞ്ഞു. മഴ പെയ്യുമോയെന്ന് സംശയമാണ്, പക്ഷേ ഇന്ന് നല്ലൊരു രാത്രിയായിരിക്കും. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ചെറുപ്പക്കാർ ശ്മശാനത്തിൻ്റെ നടുവിൽ ക്യാമ്പ് സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആൻഡ്രൂവും ഫ്രെഡും ശവക്കല്ലറയ്ക്ക് ഇടയ്ക്കായി ടെൻ്റ് അടിച്ചു. ക്ലെയറും ലിസും ആ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണാൻ പോയി. ജെസ്സിയും ജെയിംസും തീ ഉണ്ടാക്കാനായി ഒരു കുഴിയെടുത്ത ശേഷം അതിനു ചുറ്റുമുള്ള ഉണങ്ങിയ പുല്ല് നീക്കി ശേഷം കുഴിയിൽ തീ കത്തിച്ചു. അപ്പോൾ അവർ എല്ലാവരും ആ തീക്ക് ചുറ്റും ഒരു സ്കെയിൽ കമ്പിൻ്റെ അറ്റത്ത് ഹോട്ട് ഡോഗ് കൊരുത്ത് മറ്റു കയ്യിൽ തണുത്ത ബീറുമായിരുന്ന് ഓരോ പ്രേതകഥകൾ പറയാൻ തുടങ്ങി. ക്ലെയറിന് ഓരോ കഥകൾ തീരുമ്പോഴും ഭയം കൂടിക്കൂടി വന്നിട്ട് അവൾ ആൻഡ്രൂവിൻ്റെ അടുത്തേക്ക് നീങ്ങി ചേർന്നിരിക്കാൻ തുടങ്ങി. പക്ഷെ ആൻഡ്രൂ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ജെസ്സിയും ജെയിംസും പരസ്പരം 2 ജോയിൻ്റ് കൈമാറി. അവരുടെ കണ്ണുകൾ ഉറക്കം വന്നിട്ട് പാതിയടഞ്ഞ അവസ്ഥയിലായിരുന്നു. ലിസ് അവളുടെ ക്യാമറ വർക്ക് തുടർന്നു. സൂര്യൻ അസ്തമിക്കുന്ന ആ വേളയിൽ അവൾ അവരെയെല്ലാം വീഡിയോയിൽ പകർത്തി. അപ്പോഴെല്ലാം ഫ്രെഡ് മറ്റെന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവർ പറയുന്ന തമാശകളെല്ലാം വെറുതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്. ആകാശത്ത് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവിടെയാകെ ഇരുട്ട് ആവാൻ തുടങ്ങി.
നീ ഓക്കെ ആണോ ഫ്രെഡ്? ലിസ് ചോദിച്ചു. എന്താ? പെട്ടെന്ന് തീയിൽ നിന്ന് കണ്ണെടുത്ത് ലിസിനെ നോക്കിക്കൊണ്ട് ഫ്രെഡ് ചോദിച്ചു. ഞാൻ ചോദിച്ചത് നീ ഓക്കെ ആണോ എന്നാണ്. ലിസ് ഒരിക്കൽ കൂടി അവളുടെ ചോദ്യം ആവർത്തിച്ചു. ആണ്, എന്തോ ശരിയല്ല എന്നൊരു ഫീലിംഗ്. എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന് ഫ്രെഡ് മറുപടി പറഞ്ഞു. ഈ സ്ഥലത്ത് പ്രേതബാധയൊന്നും ഇല്ലെന്ന് എൻ്റെ അങ്കിളിന് മുന്നിൽ തെളിയിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ മതിയായിരുന്നു. നീ എന്തിനാണ് ആ ഒരു കാര്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ലിസ് ചോദിച്ചു. അവരുടെ ആ സംസാരം ആ ഒരു ചോദ്യത്തോടെ അവസാനിച്ചു. അങ്കിൾ മൂൺ വല്ലാത്തൊരു മനുഷ്യനാണ് ലിസ്. പുക എടുത്തതിന് ശേഷം ജോയിൻ്റ് അവൻ്റെ സഹോദരന് കൈമാറിക്കൊണ്ട് ജെയിംസ് പറഞ്ഞു. അയാൾക്ക് ഈ വക കാര്യങ്ങളിൽ പ്രേതത്തിലും ഭൂതത്തിലുമൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അയാളുടെ ജീവിതം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആൾ നല്ല മിടുക്കനാണ് കേട്ടോ. ജസ്റ്റ് ഒരു പഫ് എടുത്ത ശേഷം കൂട്ടിച്ചേർത്തു. പക്ഷേ അയാൾ ആകെ ചെയ്യുന്നത് പ്രേതങ്ങളുടെ കണ്ണുനീരടങ്ങിയ ജാർ, ഭൂതങ്ങളുടെ നഖം, അങ്ങനെ കുറേ വിചിത്രമായ സാധനങ്ങൾ അയാളുടെ കടയ്ക്ക് വേണ്ടി ശേഖരിക്കും. ഞങ്ങൾക്ക് അയാളെ ഇതിൽ നിന്നൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ വക കാര്യങ്ങളൊക്കെ വെറും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കണം. ഞങ്ങൾക്ക് അത് മതി. മുത്തശ്ശൻ പറയുന്നതനുസരിച്ച് ഇവിടുന്നാണ് എല്ലാറ്റിൻ്റെയും ആരംഭം, ഫ്രെഡ് ക്യാമറയിൽ നോക്കി പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞത് അങ്കിൾ മൂൺ ഒരു ദിവസം പേടിച്ച് വിളറി വെളുത്ത് വീട്ടിൽ വന്ന് പോലീസിനെ വിളിച്ചുവെന്നാണ്. ഇവിടെ ഒന്നുമില്ലെന്ന് നമുക്ക് അങ്കിളിന് തെളിയിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ജെസ്സി പറഞ്ഞു നിർത്തി. ശേഷം അവനൊരു ബിയർ എടുത്ത് ഓപ്പൺ ചെയ്തു. അങ്ങനെയാണല്ലേ? അല്പം നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം എഴുന്നേറ്റ് നിന്ന് ആൻഡ്രൂ പറഞ്ഞു. ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ക്ലെയർ, നീ എൻ്റെ ഹോട്ട് ഡോഗ് ഒന്ന് നോക്കുമോ ബേബി? ഉറപ്പായും ബേബി. അവൻ്റെ കാര്യം റൊമാൻറ്റിക്കായി ഒന്ന് തലോടിക്കൊണ്ട് ക്ലെയർ പറഞ്ഞു. ശേഷം അവൻ നടന്ന് ഇരുട്ടിലേക്ക് പോയി. ശരി, നീയും ആൻഡ്രൂവും ഇവിടെ എന്തിനാ വന്ന് ക്ലെയർ? ലിസ ക്യാമറ ക്ലെയറിലേക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആൻഡ്രൂ പിന്നെ ഫ്രെഡും ഒരേ എയ്ത്തിസ്റ്റ് ക്ലബിലാണ്. ആൻഡ്രൂവിന് അവൻ്റെ സുഹൃത്തിനെ സഹായിക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഒരു പ്രേതബാധയുള്ള ശ്മശാനം കാരണമായിരുന്നു. അപ്പോൾ നിനക്ക് ഈ പ്രേതങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ? ഫ്രെഡ് ചോദിച്ചു. ഉറപ്പായിട്ടും. 100 കണക്കിന് ആൾക്കാർ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അവർ കണ്ടതിനൊക്കെ വേറെ എന്ത് വിശദീകരണമാണുള്ളത്? നമുക്കത് എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രേതമാവുമോ? അത് മറ്റെന്തെല്ലാം കാര്യമായിക്കൂടെ? ഫ്രെഡ് തുടർന്നു. അവൻ്റെ ഈ പ്രസ്താവനയെ ശരിവെച്ചുകൊണ്ട് ജെസ്സിയും ജെയിംസും തലകുലുക്കി. അത് പ്രേതങ്ങളും ആവാലോ. ക്ലെയർ അവളുടെ കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് താഴേക്ക് കിടന്നു. ആ തർക്കം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ശേഷം ബാക്കിയുള്ളവർ സ്കൂളിലെ കാര്യങ്ങളും വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചുമെല്ലാം സംസാരിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഹോട്ട് ഡോഗും കഴിച്ച് ബീറും അടിച്ച് ക്ലെയറും അവനോടൊപ്പം കൂടി. ബേബി, നിന്റെ ഫുഡ് റെഡിയായി. അവൾ ആൻഡ്രൂവിനെ ഉറക്കം വിളിച്ച ശേഷം കമ്പിൽ നിന്നും ചൂട് ഹോട്ട് ഡോഗ് എടുത്ത് കഴിച്ചു. ഉഫ്, നാശം, നാക്ക് പൊള്ളി. ലിസ് അവളെ കളിയാക്കിയതിന് ശേഷം ആൻഡ്രൂ പോയ ഇരുട്ട് നിറഞ്ഞ ഭാഗത്തേക്ക് ലിസ് ക്യാമറ തിരിച്ചു. അവനവിടെ. ഒരാൾക്ക് മുള്ളാൻ ഇത്ര സമയം വേണോ? സാധാരണ വേണ്ട, പക്ഷെ ശരിയായിട്ടുള്ള സ്റ്റഡ് ഉണ്ടെങ്കിൽ. ജെയിംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് ക്ലെയർ അവനെ ഒരു കല്ലെടുത്തെറിഞ്ഞു. ലിസ് അവളുടെ ക്യാമറയുടെ നൈറ്റ് വിഷൻ ഓൺ ചെയ്തു. അതവളെ ആ ഇരുട്ടിലൂടെ കാണാൻ അനുവദിച്ചു. ശേഷം അവൾ ക്യാമറ ആൻഡ്രൂ പോയ ഭാഗത്തേക്ക് വെച്ചു. പക്ഷേ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. ആൻഡ്രൂ അവിടെ ഒരു കുറ്റിച്ചെടിക്ക് സമീപം നിൽക്കുന്നു. അവൻ്റെ തല വിചിത്രമായ രീതിയിൽ തിരിഞ്ഞിരിക്കുന്നു. ആ നൈറ്റ് വിഷൻ ഫിൽറ്ററിൽ അവൻ്റെ കണ്ണുകൾ പച്ച നിറത്തിൽ തിളങ്ങി. അവൻ്റെ തൊട്ട് പിന്നിലായി ഒരു വിചിത്ര രൂപിയായ നല്ല ഉയരമുള്ള സ്ത്രീ നിൽക്കുന്നു. അവൾക്കൊരു 8 അടിയോളം പൊക്കം വരും. അവളുടെ കൈകൾ നീണ്ടതായിരുന്നു. സാധാരണയിൽ നിന്നും ഒരുപാട് വലിപ്പമുള്ള കൈപ്പത്തികൾ. അവളുടെ കൈകൾ ആൻഡ്രൂവിൻ്റെ കഴുത്തിന് ചുറ്റും ചുറ്റി വരിഞ്ഞിരിക്കുന്നു. അവനെ അവൾ മുന്നോട്ടും പിന്നോട്ടും ഒരു പാവയെ പോലെ ഇട്ട് കുലുക്കുന്നു. അവൻ്റെ കൈകൾ വായുവിൽ ആടി നിന്നു. ഒപ്പം അവനും വായുവിൽ ഉയർന്നു നിന്നു. ദൈവമേ, ലിസ് നിലവിളിച്ചു. അത് ബാക്കിയുള്ളവരെ ഞെട്ടിച്ചു. എന്ത് പറ്റിയെന്നുള്ള അവരുടെ ചോദ്യത്തെ വകവയ്ക്കാതെ അവൾ ഉടനെ തന്നെ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് ഓൺ ചെയ്ത് ആ ഭാഗത്തേക്ക് അടിച്ചു. ഗെയ്സ്, ആൻഡ്രൂ ആരുടെയോ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. ഫ്രെഡും ജെയിംസും വേഗം എഴുന്നേറ്റ് ഫ്ലാഷ് ലൈറ്റ് എടുത്ത് ലിസ് ചൂണ്ടിക്കാണിച്ച ഭാഗത്തെ പിന്തുടർന്ന് നീങ്ങി. ജെസ്സി തീയിൽ നിന്നും ഒരു കമ്പെടുത്ത് അവരുടെ പിന്നാലെ ഓടി. ക്ലെയർ ആ ഇരുട്ടിലേക്ക് നോക്കി അലറിക്കരഞ്ഞു. ലിസ് വേഗം തന്നെ അവൾ ആൻഡ്രൂവിനെ കണ്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. പക്ഷേ അവൾക്കവിടെ ഒന്നും കണ്ടെത്താനായില്ല. അവൾ ചുറ്റും നോക്കി. പുല്ലുകൾക്കിടയിലും കുട്ടിച്ചെടികൾക്കിടയിലും എന്തെങ്കിലും തുമ്പ് കിട്ടാനായി അവൾ ടോർച്ച് തെളിച്ച് നോക്കി. ഫ്രെഡും ജെയിംസും അവൻ്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ദൂരേക്ക് ടോർച്ചടിച്ച് തിരഞ്ഞു. ജെസ്സി കത്തുന്ന തടിക്കഷ്ണവുമായി പിന്നാലെ ഉണ്ടായിരുന്നു. അവനവിടെ. ലിസിന് നേരെ ടോർച്ചടിച്ചുകൊണ്ട് ഫ്രെഡ് ചോദിച്ചു. എനിക്ക് ഉറപ്പാണ്, ഞാനവനെ ഇവിടെയാണ് കണ്ടത്. അവനെ ഏതോ ഒരു സ്ത്രീ പിടിച്ച് വെച്ചിരിക്കുന്നത് പോലെയായിരുന്നു. കരഞ്ഞുകൊണ്ട് ചുറ്റും ടോർച്ചടിച്ച് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു.
അപ്പോഴാണ് അവൾ പുല്ലുകൾക്കിടയിൽ എന്തോ ഒരു മെറ്റൽ വസ്തു കിടന്നിളങ്ങുന്നത് കാണുന്നത്. അവൾ അത് തറയിൽ നിന്നും എടുത്ത ശേഷം അതെന്താണെന്ന് സംശയത്തിൽ തുറിച്ചു നോക്കി. അതിൻ്റെ പകുതി ഭാഗം സിൽവർ ആയിരുന്നു, ബാക്കി ഭാഗം മഞ്ഞയും വെളുപ്പും കലർന്നിരുന്നു. അതിൽ ചെറിയ ചെറിയ പൊട്ടലുകളുണ്ട്, പിന്നെ എന്തോ ചുവപ്പ്. അത് രക്തമായിരിക്കണം. അവളത് അവളുടെ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി നോക്കി. എടി, നീ ഒരു പല്ലെടുത്ത് കൈവച്ചിട്ട് എന്ത് ചെയ്യുക? ലിസിനെ ചൂണ്ടിക്കൊണ്ട് ജെസ്സി ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടാൽ അവൾ ആരുടെയോ അറുത്തെടുത്ത തല കയ്യിൽ വെച്ച് നോക്കിയതുപോലെയായിരുന്നു. ഞെട്ടിക്കൊണ്ട് അവൾ പിന്നിലേക്ക് ചാടി ആ പല്ല് താഴേക്കിട്ടു. ആ തണുത്ത കാറ്റിലൂടെ അവളൊരു കരച്ചിൽ കേട്ടു. അത് വന്നത് അവർ ആദ്യം ഇവിടേക്ക് വന്ന ആ കാട് പിടിച്ച് കിടക്കുന്ന വഴിയെ പോകുമ്പോൾ എത്തുന്ന ശ്മശാനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നായിരുന്നു. അത് ക്ലെയറിൻ്റെ ശബ്ദം പോലെ തോന്നുന്നു. ഇതും പറഞ്ഞ് ഫ്രെഡ് ആ വഴിയെ ഓടാൻ തുടങ്ങി. ഒപ്പം ജെസ്സിയും ജെയിംസും അവരുടെ അല്പം പിന്നിലായി. ലിസ് അവളുടെ ക്യാമറയും പിടിച്ചുകൊണ്ടോടി. ടോർച്ചിൻ്റെ വെട്ടം കുറവായതുകൊണ്ട് അവൾ അവളുടെ നൈറ്റ് വിഷൻ ക്യാമറ ഒരിക്കൽ കൂടി ഓൺ ചെയ്ത് അതിലൂടെ നോക്കാൻ അവൾ തീരുമാനിച്ചു. ശേഷം നൈറ്റ് ബേർഡ് ഓണാക്കിയ അവൾ ഓട്ടം നിർത്തി അവിടെ നിന്ന് ഉറക്കെ അലറിക്കരഞ്ഞു. 3 ചെറിയ രൂപങ്ങൾ. അവർ മഞ്ഞുപോലെ വിളറി വെളുത്തിരിക്കുന്നു. മുടിയാണെങ്കിൽ കറുപ്പ് നിറത്തിലും, ഒപ്പം കഴുത്തിൽ പർപ്പിളും പച്ചയും നിറത്തിലുള്ള മുറിവിൻ്റെ പാടുകൾ. ആ 3 രൂപങ്ങൾ മുന്നിലായി ഓടുന്ന അവരുടെ പിന്നിലായി ഇഴഞ്ഞു നീങ്ങുന്നു. അവരുടെ കണ്ണുകൾ സിൽവർ നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അതിലൊരു രൂപം മെലിഞ്ഞ അവശനായ അവസ്ഥയിലായിരുന്നു. അതിൻ്റെ വിളറി വെളുത്ത വലത്തെ കൈയിൽ ലിസ് അത് കണ്ടു. ചൈനീസ് അക്ഷരത്തിൽ പതിച്ച ഒരു ടാറ്റു. ആൻഡ്രൂ. ലിസ് ഒന്ന് ശ്വാസം എടുത്തു. അപ്പോഴേക്കും ആ രൂപം അവളുടെ അടുത്തെത്തിയിരുന്നു, ഏറെക്കുറെ ഒരു കൈ അകലത്തിൽ. അവനവൻ്റെ തൂവൽ പോലുള്ള നേരിയ കൈകൾ നീട്ടിയ ശേഷം വിരലുകൾ കൊണ്ട് വായുവിൽ ഇവിടേക്ക് വരൂ എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു. അമ്മ, അവൻ പതിയ സ്വരത്തിൽ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അവന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെയായിരുന്നു. അമ്മയ്ക്ക് അവളുടെ മകളെ വേണം. എൻ്റെ അടുത്തുനിന്ന് പോവൂ, ലിസ് ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. ശേഷം അവൾ ആ മൃദുതുല്യമായ രൂപത്തെ തള്ളി മാറ്റിക്കൊണ്ട് ഫ്രെഡിൻ്റെയും ബാക്കിയുള്ളവരുടെയും അടുത്തേക്ക് ആ വഴിയിലൂടെ ഓടി. ഓടുമ്പോൾ അവൾക്ക് അവളുടെ കയ്യിലും കാലിലുമൊക്കെ ദുർബല കരങ്ങൾ വന്ന് പിടിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ഒപ്പം അവൾക്ക് ചുറ്റും ഇരുട്ടിൽ നിന്നും അവൾ ആരുടെയൊക്കെയോ പതിഞ്ഞ ശബ്ദത്തിലുള്ള സ്വരങ്ങളും പിറുപിറുക്കലും കേട്ടു. അവയൊക്കെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന് ആ ശബ്ദങ്ങളെല്ലാം ഒരു പുക പോലെ മാഞ്ഞ് ഇല്ലാണ്ടായി. അവൾ ഓടി ആ ശ്മശാനത്തിൻ്റെ മൂലയിലുള്ള ആ കറുത്ത ശിലഫലകങ്ങൾക്ക് സമീപമുള്ള ആ വലിയ വില്ലോ മരത്തിൻ്റെ അടുത്തെത്തി. ആ മരം അപ്പോൾ അലങ്കരിച്ചിരിക്കുന്നത് അതിൽ തൂങ്ങിക്കിടക്കുന്ന 2 ശവശരീരങ്ങൾ കൊണ്ടാണ്. അതിലൊന്ന് ആൻഡ്രൂ ആണ്. അവൻ്റെ മുഖം മുഴുവൻ നീല നിറമായിരുന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ശരീരം മുഴുവൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അടുത്തത് അവൻ്റെ ഒപ്പം ക്ലെയർ ആയിരുന്നു. അവരുടെ കൈകൾ ഇഴചേർന്ന അവസ്ഥയിലായിരുന്നു. ഇരുവരും നിലത്ത് നിന്ന് 10 അടി ഉയരത്തിൽ ആ പഴയ കയറിൽ തൂങ്ങി നിൽക്കുന്നു. ഫ്രെഡും ജെയിംസും ഈ ഒരു കാഴ്ച കണ്ട് സ്തംഭിച്ച് നിൽക്കുന്നു. ജെസ്സിയെ അവിടെയൊന്നും കാണാനില്ല. ലിസ് ഫ്രെഡിൻ്റെ പിന്നിലായി ഓടിച്ചെന്ന് ശേഷം അവൻ്റെ കയ്യിൽ പിടിച്ച് പോകാനെന്ന രീതിയിൽ വലിച്ചു. പക്ഷെ അവൾക്ക് അപ്പോൾ കിട്ടിയത് അവളുടെ പിന്നിലായി ആരോ ഉണ്ടെന്നുള്ള തോന്നലായിരുന്നു. അവളുടെ ഷർട്ടിൻ്റെ ഉള്ളിലൂടെ ഇരുമ്പ് തുളച്ചിറങ്ങി. അതവളുടെ മാംസം കിഴിച്ച് എല്ലുവരെ എത്തി. വേദന കൊണ്ട് കരഞ്ഞവൾ ക്യാമറ താഴേക്കിട്ട് പിന്നിലേക്ക് തിരിഞ്ഞവൾ കണ്ട കാഴ്ച നീളമുള്ള കൈകളുള്ള ഒരു സ്ത്രീയെയായിരുന്നു. അവളുടെ മുഖം ഒരു ചൈനീസ് ബ്യൂട്ടിയായിരുന്നു. അവളുടെ കഴുത്തിലെ കയർ മുറുകിയ പർപ്പിൾ നിറത്തിലുള്ള പാട്. ലിസ് അതേതോ ആഭരണമാണെന്ന് തെറ്റിദ്ധരിച്ചു. അവളുടെ വസ്ത്രവും അവളുടെ സിന്നും മഞ്ഞുപോലെ വെളുത്ത നിറമായിരുന്നു. പക്ഷെ അവളുടെ അരയ്ക്ക് താഴോട്ട് മുഴുവൻ രക്തമായിരുന്നു. അവളുടെ തുടക്കിടയിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നു. ശേഷം അവളുടെ തല ഒരു വിചിത്രമായ രീതിയിൽ തിരിച്ച്, എന്നിട്ട് ആ രൂപം മുന്നിലേക്ക് ചാഞ്ഞു വന്നു. ശേഷം അവളുടെ വായ അസാധ്യമായ രീതിയിൽ വലിച്ചു തുറന്നു. ശേഷം അവളുടെ കൈകൾ വായിലൂടെ ഇറക്കി. എന്നിട്ട് തൊണ്ടയിൽ നിന്നും ചെമ്പ് കമ്പി പുറത്തേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി. അത് പുറത്തേക്ക് വരുംതോറും അതിൽ അവളുടെ ഉള്ളിലെ മാംസം പറ്റിപ്പിടിച്ചിരുന്നു. ഇപ്പോൾ അവളുടെ കയ്യിൽ 2 അടിയോളം വലിപ്പമുള്ള അറ്റത്ത് കൊളുത്തിട്ട ഒരു കമ്പി ഇരിക്കുന്നുണ്ട്. അത് പുറത്തെടുത്ത ശേഷം അവളുടെ തല 2 വശങ്ങളിലേക്കും ഒന്നാടി. ശേഷം നിലയുറയ്ക്കാത്ത കാലുകൾ കൊണ്ട് അവൾ ലിസിൻ്റെ അടുത്തേക്ക് നടന്നു. ഇവൻ എൻ്റെയാണ്, എൻ്റേത് മാത്രം. ലിസിന് നേരെ മെറ്റൽ കമ്പി വീശിക്കൊണ്ട് അവളെ പിന്നിൽ നിന്ന് നീക്കിയ ശേഷം അവളുടെ ആ വലിയ കൈകൾ ഫ്രെഡിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഗസ്മാൻ അവസാനം എനിക്ക് വേണ്ടി തിരിച്ചു വന്നു. ഇത് നിന്റെ കാമുകനല്ല, ലിസ് അലറിക്കൊണ്ട് ഒപ്പം പറഞ്ഞു. അവൾ താഴേക്ക് കുനിഞ്ഞ് അവളുടെ ക്യാമറയും ഫ്ലാഷ് ലൈറ്റും എടുത്തു. ഇത് നീ കരുതുന്ന ആളല്ല ഗസ്മാൻ, നമ്മുടെ കുടുംബത്തിലേക്ക് വരൂ. അവൾ ഫ്രെഡിൻ്റെ കഴുത്തിന് ചുറ്റും മൃദുവായി അവളുടെ കൈകൾ ചുറ്റി വരിഞ്ഞ ശേഷം മെല്ലെ അവൻ്റെ കഴുത്ത് ഞെരുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഒരച്ഛനെ കിട്ടാനായി കൊതിക്കുന്ന കുറേ കുട്ടികളുണ്ട് ഇവിടെ. നീയില്ലാതെ അവരെല്ലാവരും തനിച്ചാണ്. എനിക്ക് നിന്നെ ഏറ്റവും കൂടുതൽ വേണ്ട സമയത്ത് നീ എന്നിൽ നിന്നും ഓടിപ്പോയി.
പക്ഷേ ഞാനത് ക്ഷമിച്ചു. കാരണം നീ ഇപ്പം എനിക്കായി തിരികെ വന്നുവല്ലോ. ലിസ് ഇതൊക്കെ കണ്ട് ഭയന്നു പറിച്ചു തന്നു. അവളുടെ കഴുത്തിന് മുന്നിലായി ചിലന്തിയെപ്പോലെ തണുത്ത വിരടുകൾ ഇഴഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചെവി ആരുടെയോ തണുത്ത ശ്വാസം കൊണ്ട് മൂടിക്കെട്ടി. ശേഷം അവളുടെ ചെവിയിൽ ആരോ മന്ത്രിച്ചു. അപ്പം നമ്മളെ എല്ലാവരും പൊന്നുപോലെ നോക്കിക്കോളും ലിസ്. അമ്മയും അപ്പയും നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും. അത് ക്ലെയറായിരുന്നു. ശേഷം അവൾ ലിസിൽ നിന്നും അവളുടെ ജീവൻ പിഴിഞ്ഞെടുത്തു. അവർ എപ്പോഴും അവളുടെ മക്കളെ സംരക്ഷിക്കും ലിസ്.